ശ്രീ ദിലീപ് മലയാലപ്പുഴ, നമ്മൾ ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 5 ഇനം വിത്തുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ്. അത് നെൽവിത്തുകളുണ്ട്, ഉമാ ജ്യോതി നെല്ല് വിത്തുകൾ, കൂടാതെ തിലകാര എള്ള്, തക്കാളി, വഴുതന, കുറ്റിപ്പയർ, ഇത് ഉൾപ്പെടെയൊക്കെയുള്ള വിത്തുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 2 ആഴ്ച മൈക്രോഗ്രാവിറ്റിയിൽ അവ വയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ തിരികെ കൊണ്ടുവന്ന് മുളപ്പിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണല്ലേ. അങ്ങനെയൊക്കെയുള്ള ചില പരീക്ഷണങ്ങൾ, ജൈവ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ളത്, അത് എത്ര പ്രാധാന്യമുണ്ട് അതിന്? ബഹിരാകാശത്തെ കാലാവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് കൃഷി അതുപോലെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന എങ്ങനെ സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ ചൈനയുടെ ടിയാഗോങ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയം ഇപ്പം തന്നെ മുകളിലുണ്ട്. ആ ടിയാഗോങ്ങിൽ പിന്നെ നെൽവിത്തുകൾ മുളപ്പിച്ച് അവർ അത് കൊയ്തെടുത്തതിന് ശേഷം അത് ഭൂമിയിലെത്തിച്ച് പാചകം ചെയ്തപ്പോൾ രുചി കൂടിയ പിന്നെ അതിന് രുചി ഏറെയാണെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സസ്യജാലങ്ങൾ വളർത്തുന്നുണ്ട്, പച്ചക്കറി വളർത്തുന്നുണ്ട്, പുഷ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. കാരണം ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾ നമ്മുടെ ഗോളാന്തര യാത്രകളിലേക്ക് പോകാൻ പോവുകയാണ്. ഒരു 50 കൊല്ലത്തിന് 25-50 കൊല്ലത്തിനിടയിൽ നമ്മൾ മറ്റ് ഗോളങ്ങളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യാൻ പോവുകയാണ്. കാരണം ഒരു 1/4 നൂറ്റാണ്ടൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി, ചന്ദ്രൻ, ചൊവ്വ എന്ന് പറയുന്നൊരു സൂപ്പർ ഹൈവേ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ APJ അബ്ദുൽ കലാം തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ ഹൈവേ മനുഷ്യൻ സുഗമമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. ചന്ദ്രനിൽ പോയി താമസമാക്കുക, ഒരുപക്ഷെ ചൊവ്വയിലെ മറ്റ് ഗോളങ്ങളിൽ പോയി താമസിക്കുക, ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ വന്നേക്കാം. ശാസ്ത്ര അത്തരത്തിൽ പുരോഗമിക്കും. അപ്പോൾ മനുഷ്യന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ ഭൂമിയിലെ ഇത്തരം ഭക്ഷ്യ വസ്തുക്കളുടെ പിന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെ നിർണായകമായ പരീക്ഷണങ്ങൾ ഇത്തരം അന്തരീക്ഷത്തിൽ വെച്ച് ധാരാളമായി നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ ഇത്തരത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള പ്രതിരോധശേഷി കൂടിയ വിത്തനങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ വിത്തനങ്ങൾ അവിടുത്തെ സീറോ ഗ്രാവിറ്റിയിൽ 2 ആഴ്ച നിരീക്ഷിച്ച ശേഷം അവിടെ വെച്ചതിന് ശേഷം തിരിച്ച് കേരളത്തിൽ തന്നെ കൊണ്ടുവന്ന് ഈ കാർഷിക സർവകലാശാലയുടെ പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ അവർ പിന്നെ ഇതിനെ ക്ലിപ്പിച്ചിട്ട് അതിൻ്റെ പ്രതിരോധശേഷി എങ്ങനെയാണ്, അതിൻ്റെ ഉൽപ്പാദനശേഷി എങ്ങനെയാണെന്ന് തുടർച്ചയായിട്ട് പരിശോധിക്കും. ISROയും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയും തമ്മിലുള്ള ഒരു ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഇത് ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലെയും ഭാവി മാനവരാശിയുടെ പുരോഗതിക്കും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇവയെല്ലാം. അതെ, 60 പരീക്ഷണങ്ങൾ നടത്തുന്നു. അതിൽ ISROയുടെ പരീക്ഷണങ്ങൾ ഏതാണ്ട് 12ഓളം പരീക്ഷണങ്ങളുണ്ട്. ഇത് ശുഭാംശു നടത്താൻ കൂടിയാണ്.